ഹായ് ഹലോ നമസ്കാരം. ഏവർക്ക് ശുഭദിനം ആശംസിക്കുന്നു. മമ്മിയൊരു അമ്പലത്തിൽ തൊഴുതിറങ്ങിയപ്പോൾ അവിടെയും നല്ല എന്താ പറയുക, ഗുരുവായൂരപ്പൻ്റെ ഉത്സവമല്ലേ, അവിടെയും നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒക്കെ എല്ലാം അവിടെയുള്ള പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, നന്നായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കാഴ്ചകൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഇത് രണ്ടാമത്തെ ദിവസം 9ാം ഉത്സവത്തിൻ്റെ അന്നത്തെ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. അന്ന് പറയടിയിലുണ്ടായിരുന്നു. ഞാനും കിഴക്കേ നടക്കിൽ ഇവിടെയാണ് പറ സമർപ്പണം നടത്തിയത് കേട്ടോ. ആദ്യത്തെ ദിവസം ഞാൻ കിഴക്കേ നടയിലാണ് പറ സമർപ്പിച്ചത്. എനിക്ക് ഭഗവാൻ അതിനൊരു ഭാഗ്യം തന്നില്ല. ഇതിനു മുൻപേ ഞാൻ വന്ന് പറ സമർപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും എനിക്ക് ഈ വർഷം എൻ്റെ പറ സമർപ്പണത്തിന് പ്രത്യേക ഒരു ആഗ്രഹ സബലീകരണം കൂടെ ഉണ്ട് കേട്ടോ. എന്തായാലും എനിക്കത് സാധിച്ചുവല്ലോ. നന്നായിട്ട് അവിടെ കിഴക്കേ നടക്കിലിരുന്നിട്ട് പറ സമർപ്പിക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭഗവാൻ കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിൻ്റെ അടുത്തൂടെ എഴുന്നള്ളത്തിറങ്ങുന്ന സമയത്താണ് ഇവിടെ പറ നിറക്കുന്നത് കേട്ടോ. കിഴക്കേ നിലയ്ക്കൽ പറ നിറയ്ക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. നമ്മളുടെ ഈ കിഴക്കേ നിലയ്ക്കൽ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഭഗവാൻ വരില്ല. ഭഗവാൻ എപ്പോഴും ആ ഒരു ഗോപുരത്തിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ തെക്കടുത്തേക്ക് നടന്ന് അത് കഴിഞ്ഞ് പിന്നെ പടിഞ്ഞാട്ടാണ് പോണത് കേട്ടോ. അങ്ങനെയാണ്. കാരണം ആൾക്കാർ വിചാരിക്കും ഈ പറ സമർപ്പണം നടത്തുമ്പോൾ ഭഗവാൻ അതുവഴി കടന്നു പോകുന്നുണ്ടാകും എന്ന് കരുതും. പക്ഷെ അങ്ങനെയല്ല. കിഴക്കേ നിലയ്ക്കൽ നമുക്ക് അവിടെ നിന്ന് പറ സമർപ്പിക്കാം. ഭഗവാൻ ദീപസ്തംഭത്തിൻ്റെ അടുത്തൂടെ അവിടെ വന്ന് എഴുന്നള്ളത്ത് കുറേ നേരം പുറത്തെഴുന്നള്ളി നിൽക്കുമല്ലോ ഭഗവാൻ. അവിടെ ഉത്സവത്തിന് സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അറിയാൻ സാധിക്കും അത്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ അങ്ങോട്ട് തിരിഞ്ഞാണ് അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് കുളപ്രദക്ഷിണം കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷമാണ് പള്ളിവേട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. പറ സമർപ്പണം നടത്തണം എന്ന ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ഉത്സവ സമയങ്ങളിൽ അവിടെ ഈ പറ സമർപ്പണത്തിന് അവിടെയെല്ലാം എല്ലായിടത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും പറ. അപ്പോൾ അവിടെ എല്ലാം ഇതുപോലെ ഓരോ ആൾക്കാർ ഇരിപ്പുണ്ടാവും. നമ്മൾ 350 രൂപയായിരുന്നു. ഞാൻ നെൽപ്പറയാണ് സമർപ്പണം നടത്തിയത് കേട്ടോ. 350 രൂപയായിരുന്നു നെൽപ്പറ സമർപ്പണം. പിന്നെ അവൽ, മലർ, ശർക്കര, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഞാൻ ഇതൊരെണ്ണം മാത്രമാണ് നടത്തിയത്. ബാക്കി നെൽപ്പറയ്ക്കാണ് 350, ബാക്കിയൊക്കെ 500. അതിന് പുറത്തോട്ടൊക്കെ ശർക്കരയ്ക്കും പഞ്ചസാരയ്ക്കൊക്കെ നല്ല എമൗണ്ടാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ പറ സമർപ്പണം എന്ന് പറയുമ്പം നെൽപ്പറയാണ് പറയായിട്ട് പണ്ട് കാലം മുതലേ സമർപ്പണം നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതിനോടാണ് താല്പര്യം. മറ്റുള്ള പറകൾ ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ ഇടാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ എനിക്ക് നെൽപ്പറയായിരുന്നു, അതുകൊണ്ട് ഇട്ടു. പിന്നെ അവിടെ എല്ലാം ഭഗവാന്റെ ഉത്സവമായിട്ട് ഇങ്ങനെ ഓരോ ഷോപ്പിൻ്റെ മുന്നിലും അവരുടേതായ ആ ഒരു ഭക്തി നിർഭരമായ കാഴ്ചകളാണ് എല്ലാം കാണാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരെല്ലാം ഈ ദീപം കത്തിച്ചും ഭഗവാന് വേണ്ടിയിട്ട് പറ ഒരുക്കിയും, പിന്നെ അത് കോയിൻ പറയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ പറയിൽ കോയിൻസ് നിറച്ച് വെച്ചിട്ട് അങ്ങനെയുള്ള പറയുമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാൻ കിട്ടുന്നത് തന്നെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഭഗവാന്റെ ഉത്സവ ചടങ്ങുകളിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതേ കണ്ടോ നെൽപ്പറ, നെൽപ്പറയല്ല കോയിൻസ് പറ. അപ്പോൾ ഈ കോയിൻ നിറച്ചിങ്ങനെ പറ, ഇതൊക്കെ കാണുന്നത് തന്നെ ഭയങ്കര ഐശ്വര്യമല്ലേ. നമുക്ക് എന്താ പറയുക, നമ്മൾ വീട്ടിലിരുന്നാൽ നമുക്കിതൊക്കെ സാധിക്കുമോ? കുറേ ബുദ്ധിമുട്ടണം കേട്ടോ. ഗുരുവായൂർ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാനും കൂടെ തയ്യാറായി മാത്രമാണ് അമ്പലത്തിലോട്ട് പ്രവേശിക്കേണ്ടത്. കാരണം സാധാരണ പോലെയുള്ള അല്ല, പൊതുവേ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ്. അവിടെ ഒരുപാട് സമയം ക്യൂ നിന്നാലൊക്കെ തന്നെയാണ് കയറി തൊഴാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ചടങ്ങുകളിലും നമ്മൾ പങ്കെടുക്കണമെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. നല്ല കുംഭമാസത്തിൽ നല്ല ചൂടും ഉണ്ടാവും. ഇതിനെല്ലാം അതിജീവിച്ച് വേണം നമ്മൾ ഈ ഭഗവാന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സമർപ്പണങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ. ശരിക്കും നല്ല ക്ഷമയോടുകൂടി നിൽക്കാൻ മനസ്സുള്ളവർക്ക് മാത്രമാണ് ഇതൊക്കെ ചെയ്തു പോകാൻ സാധിക്കുന്നത്. പിന്നെ ഭഗവാന് വേണ്ടി എന്തും ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. ഞാനൊക്കെ ആ കൂട്ടത്തിലാണ് കേട്ടോ. കാരണം എന്ത് സഹിച്ചിട്ടാണെങ്കിലും നമ്മളതൊക്കെയും പിന്നെ എന്താ പറയുക, ആ ചടങ്ങുകളൊക്കെ പൂർവാധികം ഭംഗിയായി തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരു സമർപ്പണം ഉണ്ടാവുന്നത്. നമ്മളാ ഒരു മനസ്സ് ഭഗവാൻ നമ്മൾ എന്ത് കൊടുക്കുന്നു എന്ന് ഭഗവാൻ ഒരിക്കലും നോക്കില്ല.
നമ്മളുടെ മനസ്സാണ് ഭഗവാൻ നോക്കുന്നത്. എത്ര നിഷ്കാമമായ ഭക്തിയോടുകൂടി ഭഗവാനെ സമീപിക്കുന്നു അതനുസരിച്ചുള്ള ഐശ്വര്യം തന്നെയായിരിക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഭവനത്തിലേക്കൊക്കെ ഭഗവാൻ എത്തിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണാൻ ഇടവരുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.